മഴക്കാലത്ത് വാഹനങ്ങൾ റോഡിൽ തെന്നിമറിഞ്ഞും കൂട്ടിയിടിച്ചും അപകടമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ പല അപകടങ്ങളും ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പങ്കുവയ്ക്കുകയാണ് കേരള പോലീസ്. വേഗം പരമാവധി കുറയ്ക്കുക. റോഡിൽ വാഹനങ്ങൾ പുറന്തള്ളുന്ന എണ്ണത്തുള്ളികൾ മഴ പെയ്യുന്നതോടെ അപകടകെണികളാകാറുണ്ട്. മഴവെള്ളത്തിനൊപ്പം എണ്ണയും ചേരുന്നതോടെ റോഡ് അപകടകരമാവിധം വഴുക്കൽ ഉളവാക്കുന്നു. അതുകൊണ്ട് പരമാവധി പതുക്കെ വാഹനം ഓടിക്കുകയാണ് മഴക്കാലത്ത് ഉത്തമം. സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും അപകടം വിളിച്ചു വരുത്തും. പരമാവധി ബ്രേക്ക് ഉപയോഗം ഒഴിവാക്കി ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് വേഗം നിയന്ത്രിക്കുന്നതാണ് സുരക്ഷിത ഡ്രൈവിങ്ങിന് ഉത്തമം. ഹെഡ്ലൈറ്റ് ലോ ബിമ്മിൽ ഓണാക്കി വാഹനം ഓടിക്കുക. വാഹനം ബൈക്കായാലും കാറായാലും ശരി, ശക്തമായ മഴയത്ത് ഹെഡ്ലൈറ്റുകൾ ലോ ബിമ്മിൽ കത്തിക്കുന്നത് നല്ലതാണ്. ശക്തമായ മഴയിൽ റോഡ് വ്യക്തമായി കാണുന്നതിനും മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ വാഹനം പെടുന്നതിനും ഹെഡ്ലൈറ്റ് സഹായിക്കും. വാഹനത്തിൽ ഫോഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ടയറുകൾ ശ്രദ്ധിക്കുക. മഴക്കാലത്തിന് മുൻപ് ടയറിന്റെ നിലവാരം പരിശോധിക്കുന്നത് നല്ലതാണ്. പണം ലാഭിക്കാൻ തേന ടയർ പരമാവധി ഉപയോഗിക്കാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാകും. തേയ്മാനം കൂടുമ്പോൾ ഗ്രിപ്പ് കുറയുമെന്നത് മറക്കാതിരിക്കുക. അലൈൻമെന്റും വീൽ ബാലൻസിങ്ങും കൃത്യമായും ടയറിലെ വായുമർദ്ദം നിശ്ചിത അളവിൽ നിലനിർത്തുകയും വേണം. മുൻകരുതൽ നല്ലതാണ്. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കണം. വലിയ വാഹനങ്ങളുടെ തൊട്ടു പിന്നാലെ യാത്ര വേണ്ട. അവയുടെ കൂറ്റൻ ടയറുകൾ തെറിപ്പിക്കുന്ന ചെളിവെള്ളം നിങ്ങളുടെ കാഴ്ച തടസ്സപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. ബ്രേക്ക് കിട്ടാതെ അവയ്ക്ക് പിന്നിൽ വാഹനമിടിച്ച് അപകടമുണ്ടാകാനും സാധ്യതയുണ്ട്. വാഹനം പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. ശക്തമായ മഴക്കാലത്ത് യാത്ര ഒഴിവാക്കുക. മഴ അതിശക്തമാണെങ്കിൽ വാഹനം റോഡരികിൽ നിർത്തിയിട്ട് അല്പനേരം മഴ ആസ്വദിക്കാം. മഴയുടെ ശക്തി കുറഞ്ഞ ശേഷം യാത്ര തുടരുകയുമാകാം.